നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, കഴിഞ്ഞ 2 ദിവസം മുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലായാലും ചാനലുകാരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് TP സെൻകുമാർ വർഗീയത പറയുന്നേ, പച്ചവർഗീയത പറയുന്നേ എന്ന് പറഞ്ഞിട്ട് മദ്രസ വാണങ്ങളൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ മോങ്ങുന്നത് നമ്മൾ എല്ലാവരും കാണുന്നുണ്ട്. നോക്കൂ, അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? മലദ്വാർ ഗോൾഡിനെ കുറിച്ചാണ് പറഞ്ഞത്. മലദ്വാർ ഗോൾഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഏതാണ് ഗോൾഡ് എന്നുള്ളത്. ആ ദ്വാറിന്റെ അവിടെ മാറ്റമുണ്ട്. ആ മാറ്റം വരുത്തി കഴിഞ്ഞാൽ മലദ്വാർ ഗോൾഡിന്റെ മുതലാളി അമ്മദ് പോയിട്ട് കേസ് കൊടുക്കാത്ര. അതുകൊണ്ട് നമുക്ക് തൽക്കാലം മനസ്സിലായാൽ മതിയല്ലോ കാര്യം. അങ്ങനെ മലദ്വാർ ഗോൾഡ്, ഈ ഗോൾഡുകാരൻ പാകിസ്ഥാൻ പ്രേമിയായിട്ടുള്ള അഹമ്മദ് ആണ്. ഈ അഹമ്മദ് ഇന്ത്യക്കാരനാണെങ്കിലും കൂറും ചോറും ഒക്കെ ഇവിടെയാണെങ്കിലും പക്ഷെ ഇവിടെ പാകിസ്ഥാനോടാണ്. കാരണം എന്താ? മതമാണ് ഈ മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും പ്രശ്നം. അത് വലിയ പൈസക്കാരനായാലും ഏറ്റവും താഴെ തട്ടിലുള്ളവനായാലും. കാരണം ഇവരുടെ ബേസിക് നോളജ് എന്ന് പറയുന്നത് മദ്രസ വിദ്യാഭ്യാസം ആയതുകൊണ്ട് ഇവനൊക്കെ മുസ്ലിം എന്ന് കേട്ടാൽ, ഇസ്ലാം എന്നങ്ങോട്ട് കേട്ട് കഴിഞ്ഞാൽ കമിഴ്ന്ന് വീഴും. അവിടെ പെറ്റ രാഷ്ട്രം എന്നാണോ അതല്ലെങ്കിൽ എന്താണോ മറ്റൊന്നും നോക്കില്ല, പെറ്റ രാജ്യം ഒന്നും നോക്കില്ല. അവിടെ മതം, ഇവന്റെയൊക്കെ ചമാദാന കൊതം എന്നാണ് പറയേണ്ടത്, മതം എന്നല്ല പറയേണ്ടത്. ഇതാണ് വലുത് ഇവന്മാർക്ക്. TP സെൻകുമാർ പറഞ്ഞതിലെ ചില വസ്തുതകൾ നമ്മൾ അറിയേണ്ടതുണ്ട്. നോക്കൂ, TP സെൻകുമാർ എന്ന് പറയുന്നത് കേരളത്തിന്റെ മുൻ DGP ആയിരുന്നു. കാരണം കേരളത്തിൽ എന്താണ് നടക്കുന്നതെന്ന് അദ്ദേഹം പച്ചയ്ക്ക് ഒരുപാട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിക ജിഹാദിസം എത്രത്തോളം വേരോടിയിട്ടുണ്ട് എന്ന് കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് കാലത്തിന് ശേഷം ഈ രാജ്യം സംരക്ഷിക്കാൻ RSS എന്ന് പറയുന്ന നമ്മുടെ മാതൃസംഘടനയ്ക്ക് മാത്രമേ ആവുകയുള്ളൂ എന്നതുകൊണ്ട് തന്നെ RSSലേക്ക് കടന്നു വന്നത് അദ്ദേഹം അടക്കമുള്ള ആളുകൾ. എന്തിനേറെ മറ്റു DGP-മാരുണ്ട്. ശ്രീലേഖ IPS നമ്മൾക്കറിയാം, ജേക്കബ് തോമസിനെ നമ്മൾക്കറിയാം. ഇവരൊക്കെ ഇതിലേക്ക് കടന്നു വന്നത് എന്തുകൊണ്ടാണ്? ഈ രാജ്യത്തിനെതിരെ, പ്രത്യേകിച്ച് ഈ കേരളത്തിൽ നടക്കുന്ന ഇസ്ലാമിക വർഗത്തിന്റെ കോപ്പുകൂട്ടലുകൾ എത്രത്തോളം വലുതാണ് എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ്. തെളിവ് സഹിതം ബോധ്യമുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ, തലപ്പത്തുള്ള ഉദ്യോഗസ്ഥന്മാരായതുകൊണ്ട് തന്നെയാണ്. ലോക്നാഥ് ബെഹ്റയും അദ്ദേഹവും റിട്ടയർ ചെയ്തതിനു ശേഷം കേരളത്തെ കുറിച്ച് ഒരുപാട് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും TP സെൻകുമാർ സാർ പറഞ്ഞ ഈ കാര്യങ്ങളിൽ എന്തുകൊണ്ടാണ് ഈ മലദ്വാർ ഗോൾഡിൽ നിന്ന് ഗോൾഡ് എടുക്കരുത് എന്ന് അദ്ദേഹം പറയാനുള്ള കാരണം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. മാത്രമല്ല, നോക്കൂ, ഈ ഇവിടെ കേരളത്തിലൊന്നും നടക്കൂല എന്ന് പറഞ്ഞ് ഈ മുസ്ലിങ്ങൾ കിടന്നിട്ട് മോങ്ങുന്നത് നിങ്ങൾ കണ്ടില്ലേ? നോക്കൂ, ഭാരതം എന്ന് പറയുന്ന മഹാരാജ്യത്തെ ഒരു കുഞ്ഞു സംസ്ഥാനം മാത്രമാണ് ഈ കേരളം. ഈ അൽഖോരളത്തിൽ മാത്രമേ ഈ ഇസ്ലാമിക ജിഹാദികൾ ഇങ്ങനെ തീവ്രവാദികളായിക്കൊണ്ട് ഇവിടേക്ക് വാടാ, ധൈര്യമുണ്ട് കേരളത്തിൽ കാണിക്കടാ എന്നൊക്കെ പറയുന്നത് ഇവറ്റകൾക്ക് തലയിൽ ഒന്നുമില്ലാത്തത് കൊണ്ടാണ്. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വെറും മദ്രസ കിതാബും പഠിച്ച് നടക്കുന്ന ഇവന്റെ വിചാരം ഈ കേരളമാണ് എല്ലാം എന്നാണ്. കേരളം വിട്ടാൽ മറ്റങ്ങോട്ട് പോയി നോക്കട്ടെ. എന്തിനേറെ കർണാടക അടക്കമുള്ള കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോട്ടെ, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളൊന്നും ആവണ്ട. അവിടെയൊന്നും ഇവന്റെ ഈ മോങ്ങലൊന്നും നടക്കൂല. നോക്കൂ, RSS ആയാലും ഹിന്ദുത്വ സംഘടനകളായാലും എന്തിനേറെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ ഈ കേരളത്തിലേക്ക് ഒന്നങ്ങോട്ട് പദസഞ്ചലനം നടത്തിയാൽ തീരും ഇവറ്റകളുടെ സൂക്കേട് എന്നത് ഇവറ്റകൾക്ക് അറിയില്ല. കാരണം ചുറ്റപ്പെട്ട് കിടക്കുന്ന സംഘ സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരു 100 സംഘത്തിന്റെ ആളുകൾ ഒരു വിസിലിൽ തന്നെ ഇങ്ങോട്ട് എല്ലാവരും പദസഞ്ചലനം നടത്തി കഴിഞ്ഞാൽ ഇവന്റെയൊക്കെ കേരളത്തിൽ ഇത് നടക്കൂല, കേരളം ഞങ്ങളുടെ കയ്യില എന്ന് പറഞ്ഞ് നടക്കുന്ന അഹങ്കാരം അറിവില്ലായ്മയാണ്, ബോധമില്ലായ്മയാണ്. കാരണം ഈ മദ്രസ ഉസ്താദ് ഓതിക്കൊടുത്ത ആ ഒരു കിതാബ്, വർഗീയ കിതാബും പഠിച്ചിരിക്കുന്ന ഇവന്റെയൊക്കെ ബോധം അത്രേ ഉള്ളൂ. എന്തായാലും ഈ TP സെൻകുമാർ സാർ പറയാനുണ്ടായ അതിന്റെ ഒരു കാരണം, അതിന്റെ ഒരു ആർട്ടിക്കിൾ ഞാനിവിടെ വായിക്കാം. ചെറിയൊരു ആർട്ടിക്കിളാണ്. കാരണം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഓരോ ഹിന്ദുവും ക്രിസ്ത്യാനിയും ജാഗരൂകരാവേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തിനെതിരെ നിലകൊള്ളുന്ന അഹമ്മദ് എന്ന് പറയുന്ന ആ സുഡാപ്പി, ആ പാകിസ്ഥാൻ പ്രേമി, നമ്മുടെ മണ്ണിൽ ജനിച്ചു വളർന്ന് നമ്മുടെ മണ്ണിന്റെ സകല ആനുകൂല്യം പറ്റിക്കൊണ്ട് അവന്റെ ബാക്കിയുള്ളവരെല്ലാം ഈ മണ്ണിൽ ജീവിക്കുന്നു. അവൻ എന്നിട്ട് പ്രേമം പാകിസ്ഥാനോടാണ്, ഭാരതത്തിന്റെ ശത്രു രാജ്യമായിട്ടുള്ള ഇസ്ലാമിക ഭീകര രാജ്യം പാകിസ്ഥാനോട്. ആ അഹമ്മദ് കുട്ടിയുടെ മലദ്വാർ ഗോൾഡിൽ നിന്ന് ഒരു ഹിന്ദുവും ഒരു ക്രിസ്ത്യാനിയും ഒരു തരി പൊന്ന് പോലും, പോയിട്ട് ചെമ്പ് പോലും വെള്ളിയും ഒന്നും വാങ്ങിപ്പോവരുത്. നോക്കുക, നമ്മൾ ഭീമ ജ്വല്ലറി ആണെങ്കിലും അതല്ലെങ്കിൽ കല്യാൺ ജ്വല്ലറി, ഇനി അതല്ലെങ്കിൽ ക്രിസ്തീയ ഉടമസ്ഥതയിലുള്ള ജ്വല്ലറികൾ, അവിടെ നിന്ന് മാത്രമേ ഓരോ ഹിന്ദുവും ക്രിസ്ത്യാനിയും ഈ ഗോൾഡ് വാങ്ങാൻ പാടുള്ളൂ. ഒരു തരി ആണെങ്കിൽ പോലും, ഇനി ചെമ്പാണെങ്കിലും വെള്ളിയാണെങ്കിൽ പോലും അതേ വാങ്ങാൻ പാടുള്ളൂ. ഒരിക്കലും ഈ ജിഹാദികളുടെ ഈ സ്വർണ്ണക്കടയിൽ നിന്ന് വാങ്ങരുത്. മലദ്വാർ ഗോൾഡാണ്, വാങ്ങരുത്. രാജ്യത്തെ ഒറ്റിയ ഗോൾഡാണ്. ഒരു ഹിന്ദുവും ക്രിസ്ത്യാനിയും വാങ്ങരുത്. TP സെൻകുമാർ സാർ പറഞ്ഞ വസ്തുത ഇങ്ങനെ വരുന്നത്, മലദ്വാർ ഗോൾഡ് എന്ന ജിഹാദി
സ്ഥാപനത്തിൽ നിന്ന് സ്വർണം എടുക്കരുതെന്ന് ടി പി സെൻകുമാർ സാർ പറഞ്ഞു. അത് വർഗീയതയല്ലേ എന്നൊക്കെ പറഞ്ഞ് മദ്രസ കോയമാർ മെഴുകുകയാണ്. പക്ഷെ കഥ തുടങ്ങുന്നത് അവിടെയല്ല, അത് അങ്ങ് ലണ്ടനിൽ നിന്നാണ്. ആലോചിച്ച് നോക്കണം, ലണ്ടനിൽ ഈ പറയുന്ന മലദ്വാർ ഗോൾഡ് പുതിയൊരു കട തുടങ്ങി. ആ പുതിയ കടയുടെ ഉദ്ഘാടനത്തിന് വന്ന പാകിസ്ഥാൻകാരിയായിട്ടുള്ള വൃത്തികെട്ട ഒരു മദ്രസ പൊട്ടത്തി, ഈ ജിഹാദി മതം ദീനി, ആ മതം ദീനിയെ വെച്ച് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു ഈ ജിഹാദി അഹമ്മദ്, ഈ തീവ്രവാദി പാകിസ്ഥാനി അഹമ്മദ്, മലദ്വാർ ഗോൾഡിന്റെ മുതലാളി. മലദ്വാർ ഗോൾഡിന്റെ ലണ്ടൻ സ്ഥാനിലെ ശാഖ ഉദ്ഘാടന ചടങ്ങിൽ പ്രധാന ക്ഷണിതാവായി എത്തിയത് ഒരു പാകിസ്ഥാൻകാരിയാണ്. പേര് അലിഷ്ബ ഖാലിദ്. ഒരു മൂന്നാംകിട യൂട്യൂബർ, വാല്യൂ സോഷ്യൽ ഇൻഫ്ലുവൻസർ എന്നൊക്കെയാണ് വലിയ പേര്. വലിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നൊക്കെയാണ് വലിയ പേര്. പക്ഷെ വെറും ഒരു യൂട്യൂബർ. അതിന്റെ കഥ വേറെയാണ്. പാക്കിയായ ഇവൾക്ക് ഓപ്പറേഷൻ സിന്ദൂർ അത്ര പിടിച്ചില്ല, നൊന്തു. അതുകൊണ്ട് അവൾ ഇന്ത്യ ചെയ്തത് ഭീരുത്വമാണ് എന്നൊക്കെ പറഞ്ഞ് തുടർച്ചയായി ഇന്ത്യ വിരുദ്ധ വീഡിയോകൾ ഇറക്കി. അത് ഇന്ത്യയിലെ ഞമ്മന്റെ സുഡാപ്പി മക്കൾക്ക് അങ്ങോട്ട് വല്ലാതെ അങ്ങോട്ട് പൊരുത്തി ഇഷ്ടായി, സന്തോഷായി. അങ്ങനെ അവർക്ക് താരമായി. ആരാ അവൾക്ക് താരമായത്? ഈ പാകിസ്ഥാൻകാരി തീവ്രവാദി സ്ത്രീ. എന്തുകൊണ്ടാ താരമായത്? ഭാരതത്തിനെതിരെ അത്ര കണ്ട് കുരച്ചുകൊണ്ട് അവളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ കുരച്ചു. ഭാരതത്തിനെതിരെ ആയതുകൊണ്ട് ഞമ്മന്റെ ആളുകൾക്ക്, മദ്രസ പൊട്ടന്മാർക്ക് പിടിച്ചു, നല്ലോണം അങ്ങോട്ട് പിടിച്ചു. അങ്ങനെ ഈ ലണ്ടനിൽ ഈ പറയുന്ന മലദ്വാർ ഗോൾഡിന്റെ പുതിയ സ്ഥാപനം ഉദ്ഘാടനത്തിന് ഈ ലോക്കൽ, ഈ വെറും ഒരു തെവിടിച്ചിയായിട്ടുള്ള ഈ മദ്രസ കോയമാർക്ക് കുനിഞ്ഞു നിന്ന് കൊടുക്കുന്ന ആ മദ്രസ പൊട്ടത്തി, അവരുടെ പേരെന്തെന്നറിയാമോ? അവരുടെ പേര് വരുന്നത് വലിയ പേരാ, അലിഷ്ബ ഖാലിദ്. അങ്ങനെ ഞമ്മന്റെ അഹമ്മദിന്, മലദ്വാർ ഗോൾഡിന്റെ ഓണർ അഹമ്മദിന് അത് കണ്ടങ്ങട്ട് വല്ലാതെ അങ്ങോട്ട് മലദ്വാരം അങ്ങോട്ട് ഇളകി. മലദ്വാർ ലണ്ടനിസ്ഥാനിൽ കടയിട്ടപ്പോൾ ഇവളെ പരവതാനിയിലേക്ക് ആനയിച്ചു. ഈ വിഷയത്തിൽ എന്തുകൊണ്ട് ഇന്ത്യ വിരുദ്ധ ആയ ഇവളെ തന്നെ ഒരു ഇന്ത്യൻ സ്ഥാപനം ആനയിക്കണം, വേറെ ആരെയും കിട്ടിയില്ലേ എന്നൊക്കെയുള്ള അടിസ്ഥാനപരമായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് മുംബൈയിലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ വിജയ് പട്ടേൽ എക്സിലൂടെ ചോദിച്ച ചോദ്യം ഇന്ത്യ ഏറ്റെടുത്തു. ലോകം ഒന്നടങ്കം ഏറ്റെടുത്തു. എന്തുകൊണ്ടെന്നറിയാമോ? ലോകം ഒന്നടങ്കം ഇന്ന് സമാധാനം എന്ന് പറയുന്ന 4 അക്ഷരം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണക്കാരായുള്ള ഈ മദ്രസ പൊട്ടന്മാർക്കെതിരെ ലോകം ഒന്നിച്ചു. അത്തരത്തിൽ ഇന്ത്യ ഏറ്റെടുത്തു. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സ്നേഹിക്കുന്ന ആൾക്കാർ, അല്ലാതെ ജിഹാദികളല്ല. സംഗതി വൈറലായി. മലദ്വാറിനെതിരെ അനേകം പ്രകടനങ്ങൾ നോർത്ത് ഇന്ത്യയിൽ എമ്പാടും നടന്നു. കച്ചവടം അടപടലം ഊമ്പി. അതോടെ അഹമ്മദിന് കലിപ്പായി ഓടി മുംബൈ കോർട്ടിൽ പോയി വിജയ് പട്ടേലിനെതിരെ വിധി സമ്പാദിച്ചു. ഉടനെ പോസ്റ്റ് നീക്കം ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിജയ് ആരാമോൻ പുള്ളി ഈ അവസരം ഒന്നുകൂടെ അങ്ങോട്ട് കൊഴിപ്പിച്ചു. എന്നെ പണവും സ്വാധീനവും ഉള്ള മലദ്വാറുകാർ അകത്താക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വായിൽ അദ്ദേഹം വീണ്ടും വീഡിയോകൾ ചെയ്തതോടുകൂടി ഇതൊക്കെ വീണ്ടും വൈറലായി. സെമറ്റിക്കുകാരുടെ അതേ ഇരവാദം അതങ്ങോട്ട് ഏറ്റു. നോർത്ത് ഇന്ത്യ മുഴുവൻ ഇന്ന് മലദ്വാറിന്റെ കച്ചവടം പൂട്ടി. അല്ലെങ്കിലേ അവിടുത്തെ ഗോൾഡ് മൊത്തം ഉടായിപ്പ് ആണ്, അത് പുറത്ത് അറിയിക്കാതിരിക്കാനാണ്. ഞങ്ങളുടെ സ്വർണം വിൽക്കുമ്പോൾ ഞങ്ങൾക്ക് തന്നെ വിൽക്കണം, കൂടുതൽ പണം തരാം എന്ന് പറയുന്നൊരു സംഭവം നമ്മൾ കേൾക്കാറില്ലേ? അത് ഇതുകൊണ്ടാണ്. എന്തുകൊണ്ടാ? ക്യാരറ്റ് കുറഞ്ഞ ഉടായിപ്പ് സ്വർണമാണ് ഇവിടെ വിൽക്കുന്നത്. ആ ഉടായിപ്പ് സ്വർണം അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തില്ല, വേറെ എവിടെയും തിരിച്ചു കൊടുക്കുമ്പോഴാണ് ഈ സ്വർണം വാങ്ങി പറ്റിക്കപ്പെട്ട ഉപഭോക്താവ് ചതിയിൽപ്പെടുന്നത്. അത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിൽ നിന്ന് വാങ്ങിയ സ്വർണം ഞങ്ങൾക്ക് തന്നെ തിരിച്ചു തരുമ്പോൾ കൂടുതൽ പണം നിങ്ങൾക്ക് തരുന്നു, പണിക്കൂലിയൊക്കെ ഞങ്ങൾ തരുന്നു എന്ന് പറഞ്ഞ് വലിയ പ്രമോഷൻ നടത്താറ്. മറ്റൊന്നുകൊണ്ടല്ല, ഇവരുടെ ഉടായിപ്പ് പൊളിയും. അതുകൊണ്ടാണ് എല്ലാ ദിവസവും മലദ്വാറിന്റെ പരസ്യത്തിൽ നിന്ന് പണം കിട്ടുന്ന കേരളത്തിലെ പത്രങ്ങൾ ഇതൊന്നും വാർത്തയാക്കില്ല. മുതലാളിയെ വേദനിപ്പിക്കരുതല്ലോ. അങ്ങനെ ഇവിടെ അത് അധികം ആരും അറിഞ്ഞില്ല. പക്ഷെ സെൻകുമാർ സാർ അത് കുത്തിപ്പൊക്കി. അതാണ് കോയമാരുടെ ഇപ്പോൾ അലയടിക്കുന്ന വർഗീയ നിലവിളിക്ക് കാരണം. മുൻപ് മുസ്ലിം പിള്ളേർക്ക് മാത്രം സ്കോളർഷിപ്പ് ഒക്കെ പതിവായി വിതരണം ചെയ്ത ഈ പറയുന്ന മലദ്വാർ ഗോൾഡ് തങ്ങൾ എന്താണെന്ന് വ്യക്തമാക്കിയവർ കൂടിയാണ് ഈ ഹാജി ആൻഡ് ഈ മലദ്വാർ ജ്വല്ലറി. ഏതായാലും ഇനി അവിടെയുള്ള കാഫിർ ജീവനക്കാരുടെ കാര്യം പറയാം. അതിൽ 2 രഹസ്യങ്ങളുണ്ട്. ഗൾഫിൽ ഉണ്ടായിരുന്നവർക്കറിയാം, അറബികൾ അല്ലെങ്കിൽ മുസ്ലിം തനതായ സ്ഥാപന ഉടമസ്ഥർ പണവും മറ്റും കൈകാര്യം ചെയ്യുന്ന പോസ്റ്റുകളിലേക്ക് ഒരിക്കലും മുസ്ലിം ജീവനക്കാരെ വെക്കില്ല. കക്കുമെന്ന് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അറിഞ്ഞത് കൊണ്ട്. നോക്കൂ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ട്, ഇത് വലിയൊരു സംഭവം, വലിയൊരു പോയിന്റ് ആണിത്. നിങ്ങൾ നോക്കൂ, വലിയ മുസ്ലിം സ്ഥാപനമായിക്കോട്ടെ, ചെറിയ മുസ്ലിം സ്ഥാപനമായിക്കോട്ടെ, ഇതിലൊക്കെ ക്യാഷ് കൈകാര്യം ചെയ്യുന്ന, അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്ന വിഭാഗത്തിൽ ജോലി ചെയ്യുന്നത് ആരാണെന്ന് അറിയാമോ?
ഹിന്ദുക്കളായിരിക്കും. എന്തുകൊണ്ടെന്നറിയാമോ? ഈ കോയമാർക്ക് അറിയാം, കോയമാരെ വെച്ചാൽ നന്നായിട്ട് ഓമ്പിക്കുമെന്നറിയാം. അത് ഹിന്ദുക്കളെ ഏൽപ്പിക്കും. ആ ഒരു മേന്മ ഇപ്പോഴും ഹിന്ദുവിനുണ്ട്. കാരണം സത്യസന്ധത എന്തെന്ന് ഇത്തിരിയെങ്കിലും ബാക്കിയുള്ളത് ഹിന്ദുവിന് മാത്രമേ ഉള്ളൂ എന്നത് അറിയുന്നത് കൊണ്ടാണ്. നിങ്ങൾ നോക്കിയാൽ മതി, ഏതൊരു വലിയ സ്ഥാപനമാണെങ്കിലും അവിടുത്തെ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട് ഹിന്ദുക്കളായിരിക്കും. അത് തന്നെയാണ് ഈ കോയമാരും വെക്കുക. ഇത്തരത്തിൽ ഇതാണ് TP സെൻകുമാർ സാർ പറഞ്ഞത്. ഈ ദീപാവലിക്ക് അവിടെ നിന്ന് ആരും സ്വർണം വാങ്ങരുത്. നോക്കൂ, ദീപാവലിക്ക് മാത്രമല്ല, ഇനി വരുന്ന ദിവസങ്ങളിൽ ഒന്നും നമ്മൾ ആരും ഈ മലദ്വാർ ജ്വല്ലറി അടക്കമുള്ള ഇതുപോലെ കോയമാരുടെ ഒരുപാട് ജ്വല്ലറികളുണ്ട്. അവിടെ തെക്ക് വടക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കാണാൻ പറ്റും. കൂണ് പോലെ പൊട്ടിമുളച്ചിട്ടുണ്ട്. അവിടെയൊന്നും ഒരു തരി വാങ്ങരുത്. നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഒന്നെങ്കിൽ കല്യാണിൽ ഒന്നെങ്കിൽ ഭീമയിൽ പോവുക. ഇനി അതല്ല, ഇല്ലെങ്കിൽ മാത്രം ക്രിസ്ത്യൻ മാനേജ്മെന്റിന് കീഴിലുള്ള ജ്വല്ലറികളിൽ പോവുക. ഒരിക്കലും ഒരു മദ്രസ പൊട്ടന്, നമ്മൾക്കെതിരെ, നമ്മുടെ ഭാരതത്തിനെതിരെ നിലകൊള്ളുന്ന ജിഹാദികളുടെ ജ്വല്ലറിയിൽ നിന്ന് ഒരു തരി ചെമ്പ് പോലും വാങ്ങരുത്. പിന്നെയല്ലേ സ്വർണം. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഇത് പറയേണ്ടതുണ്ട്. നോക്കൂ, മുസ്ലിം ജീവനക്കാരെ അക്കൗണ്ട്സിൽ വെക്കില്ല കോയമാർ കക്കുമെന്ന അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അറിഞ്ഞത് കൊണ്ടാണ് അത്. ആ പോസ്റ്റിൽ എപ്പോഴും കാഫിർ ആയിരിക്കും, എല്ലായ്പ്പോഴും. എടുത്തു കൊടുക്കാനും ഡ്രൈവറും ഒക്കെയായി ഞമ്മന്റെ ആൾക്കാർ തന്നെയായിരിക്കും. അതാണ് ഇവിടെയും ഒന്നാമത്തെ കാരണം. സംഗതി സ്വർണമാണ്. മേത്തൻ മോഷ്ടിക്കും. മറ്റുള്ളവരുടെ രക്തത്തിൽ ആ കല ഇല്ലാത്തത് കൊണ്ട് നമ്പാൻ പറ്റും. അടുത്തതായി, ഇവരെയൊന്നും ദയ തോന്നി ജീവനക്കാർ ആക്കുന്നതല്ല. നല്ല കട്ടിക്ക് പണം വാങ്ങി പോക്കറ്റിൽ വെച്ചിട്ട് തന്നെയാണ് ജോലിക്ക് എടുക്കുന്നത്. ലക്ഷങ്ങൾ ഡെപ്പോസിറ്റ് ആയി കൊടുക്കണം. കൈകാര്യം ചെയ്യുന്ന സ്വർണത്തിന് ഒരു സെക്യൂരിറ്റി എന്നും പറഞ്ഞാണ് ഇത് വാങ്ങുന്നത്. നൂറുകണക്കിന് ജീവനക്കാരുടെ പണവും ബിസിനസ്സിൽ ഇറക്കി ആ ലാഭത്തിൽ നിന്ന് ഇവർക്ക് ശമ്പളം കൊടുക്കുന്നു. എങ്ങനെയുണ്ട് ഐഡിയ? ഇതാണ് മേത്തന്റെ ബിസിനസ്. അപ്പോ എങ്ങനെയാ ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള ഒരു പച്ചയെ പച്ച വെളിച്ചം കാണിച്ച് പച്ച പരവതാനിയിലേക്ക് പച്ചയ്ക്ക് കൂട്ടിക്കൊണ്ടുപോയ ഈ പച്ചമതക്കാരുടെ അടിമുടി പച്ചയായ സ്ഥാപനം നമ്മളും പച്ചയ്ക്ക് ബഹിഷ്കരിക്കുകയല്ലേ? ഇതാണ് TP സെൻകുമാർ സാർ ഈ പറയുന്ന ദീപാവലിക്ക് മലദ്വാർ ഗോൾഡിൽ ആരും കയറരുതെന്ന് പറഞ്ഞത്. പക്ഷെ ദീപാവലി മാത്രമാക്കരുതെന്ന് നമ്മൾ ഒരിക്കലും ഈ രാജ്യത്തിനെതിരെ നിലപാടെടുക്കുന്ന ഒരു കോയയുടെ സ്ഥാപനത്തിലും, ഒരു കോയയുടെയും രാജ്യത്തിനെതിരെ നിലപാടെടുക്കുന്നുണ്ടെന്നൊന്നും നോക്കണ്ട. കോയമാരെല്ലാവരും മനസ്സുകൊണ്ട് ആ നിലപാടുള്ളവരാണെന്ന് നമുക്കറിയാം. എന്തായാലും മദ്രസ കിതാബ് പഠിച്ച് ഇവന്റെയൊക്കെ ആ തലയിൽ കുഞ്ഞുനാൾ മുതൽ കുത്തിവെക്കപ്പെട്ട ആ തീവ്രവാദം ഒരിക്കലും ഇവന്റെ മനസ്സിൽ നിന്ന് പോവില്ല. അതുകൊണ്ട് കോയമാർക്ക് 1 രൂപ നമ്മൾ കൊടുക്കരുത്. ഹിന്ദുവും ക്രിസ്ത്യാനിയും ഇവിടെ മതം തിരിച്ച് പറയേണ്ടതുണ്ട്. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അത്തരത്തിലാവുമ്പോൾ മതമാണ് ഞമ്മന് പ്രശ്നം എന്ന് പറയുമ്പോൾ ആ ഞമ്മന് മാത്രം ആവരുത് ഇവിടത്തെ പ്രശ്നം. ഇവിടത്തെ മതേതരം എന്ന് പറയുന്നത് ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയുടെയും ഔദാര്യം മാത്രമാണ്. ഇസ്ലാമിസ്റ്റുകൾ ഇവിടെ കാട്ടിക്കൂട്ടുന്ന ശുദ്ധ തെമ്മാടിത്തരങ്ങൾക്കെല്ലാം പിന്തുണ നൽകിക്കൊണ്ട് ഇവിടെ ഭരിക്കുന്ന ഭരണവർഗം കാട്ടിക്കൂട്ടുന്നതെല്ലാം കാണുന്ന ഹിന്ദുവെ, ക്രിസ്ത്യാനി, ഇനിയെങ്കിലും നീ മനസ്സിലാക്കുക. ഇതുപോലെയുള്ള മലദ്വാർ ഗോൾഡുകൾ ഓരോന്നും നമ്മുടെ ചുറ്റുവട്ടത്ത് ഇഷ്ടം പോലെ ഉണ്ടായിരിക്കാം, വ്യത്യസ്ത പേരുകളിൽ. ഒരു കോയയ്ക്കും 1 രൂപ കൊടുക്കരുത്. ഒരു രക്ഷയുമില്ലെങ്കിൽ മാത്രമേ കോയയുടെ സ്ഥാപനത്തിൽ കയറാവൂ എന്ന ആ ഒരു ചിന്ത ഓരോ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും ഉള്ളിലേക്ക് വരണം. അല്ലെങ്കിൽ നമ്മളെ വെട്ടാൻ, നമ്മളെ കുത്താൻ, നമ്മളെ കൊന്നൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വാളിനും കുന്തത്തിനും കഠാരയ്ക്കും തോക്കിനുമൊക്കെ നമ്മൾ തന്നെയാണ് വളമേകുന്നത്, പണം നൽകുന്നതെന്ന ആ ചിന്ത ഓരോ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് TP സെൻകുമാർ സാറിന്റെ ഈ പോസ്റ്റിനെ ഉദ്ധരിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ ആ ക്യാമ്പയിനെ ഉദ്ദേശിച്ചുകൊണ്ട് പറയേണ്ടതുള്ളത്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.